വളരെ ഈസി ആയിട്ട് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ കൃത്യമായി റെക്കോർഡ് ചെയ്ത് വെക്കാൻ കഴിയുന്ന ഒരു സോഫ്റ്റ്വെയറാണ് സേവ് ആപ്പ് പ്രോ എന്നുള്ള ഒരു എക്സ്പെൻസ് ട്രാക്കർ. ഇത് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. സേവ് ആപ്പ് പ്രോ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഫസ്റ്റ് ടൈം ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറും പാസ്വേഡും കൊടുത്ത് അല്ലെങ്കിൽ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു സ്ക്രീൻ നമുക്ക് ലഭിക്കുന്നുണ്ടാവും. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. സാമ്പത്തിക കാര്യങ്ങൾ, അതായത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാം. പേയ്മെൻറ്റ്സ് എന്നുള്ളത് നമ്മുടെ എക്സ്പെൻസസ് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അത് താഴെ കാണുന്ന റൈറ്റ് സൈഡിലുള്ള പ്ലസ് ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ അതിനകത്തേക്ക് നമ്മുടെ ഏത് ചിലവാണ് ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് എടുക്കാം. ഇവിടെ സെലക്ട് ചെയ്യാം. കുറച്ച് ലെഡ്ജേഴ്സൊക്കെ ഓൾറെഡി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ അക്കൗണ്ട് സെറ്റപ്പ് എന്നുള്ള ഇതിനകത്ത് നമുക്ക് ആഡ് അക്കൗണ്ട് എന്ന് എഴുതി കൊടുക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓപ്പണിംഗ് ബാലൻസ് 0 തന്നെയാണ് വയ്ക്കുന്നത്. എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഡെബിറ്റ് എന്ന് സെലക്ട് ആയിട്ടുണ്ടായിരിക്കും. പിന്നെ ഇതിൽ സേവ് അക്കൗണ്ട് എടുക്കുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ട് സെറ്റപ്പിലേക്ക് അത് സേവ്ഡ് ആയിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് പേയ്മെൻറ്റ്സ് എന്നുള്ളതിലേക്ക് പോയിട്ട് ഇപ്പോൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തത് ടെസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ടെസ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് എമൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുത്ത് നമുക്കത് ബാങ്ക് വഴിയാണോ ക്യാഷ് വഴിയാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ബാങ്കിലേക്കുള്ള ട്രാൻസാക്ഷൻസിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് ഡെബിറ്റായി കാണിക്കുന്നുണ്ടായിരിക്കും. ഇതുപോലെ നമുക്ക് നമ്മുടെ ഓരോ ചിലവുകളും നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ റെസീപ്റ്റ്സ് എന്നുള്ളത് നമ്മുടെ വരുമാനമാണ്. അതിനകത്തേക്കും ഇതുപോലെ ആഡ് ചെയ്യാൻ പറ്റും. കുറച്ചൊക്കെ ഓൾറെഡി എൻറ്റേർഡ് ഉണ്ടായിരിക്കും. അതല്ലാതെ പുതിയതായിട്ടൊരു അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു ലെഡ്ജർ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും അക്കൗണ്ട് സെറ്റപ്പിലേക്ക് പോയിട്ട് നമുക്കത് ആഡ് ചെയ്യാവുന്നതാണ്. ടെസ്റ്റ് 1 ഞാനൊരു അക്കൗണ്ട് നെയിം സെലക്ട് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഇൻകം ആയിട്ടാണ് ഞാൻ സേവ് ചെയ്യുന്നത്. അപ്പോൾ ഇൻകം അക്കൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് താഴെ അക്കൗണ്ട് നേച്ചർ ക്രെഡിറ്റ് ആയിട്ട് സെലക്ട് ആയിട്ടുണ്ടായിരിക്കും. ആ ഒരു ഇൻകം അക്കൗണ്ടിൽ ഓൾറെഡി എന്തെങ്കിലും നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതാം. ഇപ്പോൾ ഇവിടെ ഞാൻ 0 ആണ് എഴുതുന്നത്. ഓക്കെ അടിച്ചാൽ അത് സേവ്ഡ് ആയിട്ടുണ്ടാവും. ഏതൊക്കെ വരുമാനം ഉണ്ടോ അതൊക്കെ നമ്മൾ അക്കൗണ്ട് സെറ്റപ്പിൽ പോയിട്ട് നമുക്ക് അത് സെലക്ട് ചെയ്ത് വയ്ക്കുക. നമ്മുടെ സാധാരണഗതിയിൽ എപ്പോഴൊക്കെ ചിലവ് വരുന്നു അതൊക്കെ ഓരോ ലെഡ്ജറായിട്ട് നമുക്ക് സൂക്ഷിക്കാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ വീണ്ടും റെസിപ്റ്റ്സിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള ഇതിനകത്ത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ടെസ്റ്റ് 1 എന്നുള്ളതാണ് ഇതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടെസ്റ്റ് 1 ഇവിടെ വന്നിട്ടുണ്ട്. അതിനകത്ത് എത്ര ചിലവാണുള്ളതെന്ന് വെച്ചാൽ അത് നമുക്കവിടെ കൊടുത്ത് സേവ് ചെയ്യാവുന്നതാണ്. ബാങ്ക് വഴിയാണോ കിട്ടിയിട്ടുള്ളത്, ക്യാഷ് വഴിയാണോ കിട്ടിയിട്ടുള്ളത്, അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. അതിനനുസരിച്ച് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും ക്യാഷ് അക്കൗണ്ടിലേക്കും അതിനുള്ള അപ്ഡേറ്റ്സ് ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ക്യാഷ് ആൻഡ് ബാങ്കിലേക്കുള്ള നമ്മുടെ ബാലൻസ് എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ക്യാഷ് ആൻഡ് ബാങ്ക് എന്നുള്ള ആ ഒരു പോർഷനിൽ സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് ബുക്കിലൊക്കെ എഴുതി വെച്ച് കൂട്ടി നോക്കുന്നതിനേക്കാൾ വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ഒന്ന് പരിചയിച്ച് വരണമെന്ന് മാത്രം. 1-2 ദിവസം ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു നല്ല ഹാബിറ്റായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ജേർണൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൻ്റെ ജേർണൽസാണ്. ഏത് അക്കൗണ്ടിൽ നിന്നാണ് എത്രയാണ് പോയിട്ടുള്ളത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ റിപ്പോർട്ട്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഓരോ ലെഡ്ജറിൽ നോക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളിലാണ് നമുക്ക് ചിലവായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സെർച്ച് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെയുള്ള ഇതിൽ ഞാൻ ഇപ്പോൾ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിൽ കാണിക്കുന്നില്ല. നമ്മൾ ഓരോന്ന് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അതിനൊക്കെ ഡീറ്റെയിൽസിൽ കാണാൻ പറ്റും. ക്യാഷ് ആൻഡ് ബാങ്കും നമുക്ക് അതിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന ബാങ്കിലേക്ക് നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് അക്കൗണ്ട് കൊടുത്തിട്ട് അക്കൗണ്ട് നെയിം കൊടുക്കുക. നമുക്ക് ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ ബാങ്കിലേക്ക് സെലക്ട് ചെയ്യാം. കുറച്ചൊന്ന് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം വളരെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്. വളരെ സിമ്പിളായിട്ട് അക്കൗണ്ട് സെറ്റപ്പിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പുതിയ അക്കൗണ്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാം. ചിലവാകുന്നതാണെങ്കിൽ അത് എക്സ്പെൻസ് അക്കൗണ്ടായിട്ട് സേവ് ചെയ്യുക. നമുക്ക് വരുമാനം കിട്ടുന്നതാണെങ്കിൽ ഇൻകം അക്കൗണ്ടായിട്ട് സേവ് ചെയ്യുക. അങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്കിതെല്ലാം കാറ്റഗറൈസ് ചെയ്ത് നമ്മുടെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എല്ലാം സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ സോഫ്റ്റ്വെയർ ആണ് സേവ് ആപ്പ് പ്രോ എന്നുള്ളത്. ഇത് മാത്രമല്ല, ഇതിനകത്തൂടെ വളരെയധികം വലിയ ഒരു വരുമാന സാധ്യതയുണ്ട്. കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് മാർക്കറ്റ് ചെയ്താൽ മാത്രമാണ് ഇത് ജനങ്ങളിലേക്ക് എത്തുള്ളൂ. അതിലൂടെയാണ് കമ്പനിക്ക് റവന്യൂ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് 80% മാറ്റി വയ്ക്കുകയാണ്. സാധാരണ ജനങ്ങൾ ഇത് ഉപയോഗിക്കുന്ന ആളുകൾ തന്നെയാണ് ഇത് മാർക്കറ്റ് ചെയ്യുന്നത്. ഒരു ഡയറക്റ്റ് സെയിൽ മെത്തേഡാണ്. മൾട്ടിപ്പിൾ ലെവലിൽ കോമ്പൻസേഷൻ കിട്ടുന്ന രീതിയിലാണ് കമ്പനി ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. 1000 rupees + GST ആണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. അതിൽ
₹100 ഒരു റഫറൽ കമ്മീഷനായിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വ്യക്തിക്ക് റെഫർ ചെയ്ത് ആ വ്യക്തി ഈ ഒരു ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ₹100 കിട്ടുന്നുണ്ട്. പിന്നെ ഷെയറബിൾ വാല്യൂ ആയിട്ട് 20 ലെവലിലേക്ക് കൊടുക്കാനായിട്ട് ₹100 കമ്പനി മാറ്റിവെക്കുന്നുണ്ട്. പിന്നെ ₹600 ഓട്ടോ പൂൾ ഇൻകത്തിലേക്കും മാറ്റിവെക്കുന്നുണ്ട്. അതായത് ₹1000 കമ്പനിക്ക് കിട്ടുമ്പോൾ ₹800 മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകൾക്ക് പല തരത്തിലുള്ള വരുമാനങ്ങളായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെൽ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത്. ഇത് മാർക്കറ്റിംഗ് ബഡ്ജറ്റ് കമ്പനി പ്രൊമോട്ട് ചെയ്യുന്നവർക്ക് നല്ല രീതിയിലുള്ള റിവാർഡ്സ് ആയിട്ട് കൊടുക്കുന്നു. അതാണ് ഇതിൽ മൾട്ടിപ്പിൾ ലെവലിലേക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. കാരണം ഇതൊരു ഡിജിറ്റൽ പ്രൊഡക്റ്റാണ്. ഒരു ലിങ്ക് ഷെയർ ചെയ്യാതെ തന്നെ നമുക്ക് ലോകത്ത് എവിടെയുള്ള ആളുകൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഒരുപാട് ട്രെയിനിങ്ങുകളും സൂം പ്രസൻറ്റേഷനുകളും വീഡിയോസും എല്ലാം കമ്പനി നമുക്ക് സപ്പോർട്ടായിട്ട് തരുന്നുണ്ട്. അപ്പോൾ ഇത് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി നേടാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.